നമസ്കാരം. ഗുരുവായൂരപ്പൻ്റെ ഒരു കഥ പറയുകയാണ്. ഒരു മംഗല്യ സൗഭാഗ്യത്തിൻ്റെ കഥ. ഞങ്ങളുടെ പരിസരത്തെ ഒരു യുവാവ് 2012 ജനുവരി 1 തീയതി വിദേശത്തു നിന്നും വന്നു. പുതിയ കാറ് വാങ്ങി പരിസരത്തെ വിവാഹ ദലാളന്മാരുടെ എല്ലാം നിർദ്ദേശപ്രകാരം കല്യാണ അന്വേഷണം ആരംഭിച്ചു. മെയ് 1 തീയതി രാത്രി അയാൾ വീട്ടിൽ വന്നു. അയൽവാസിയായ സുദീപും വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ വിവാഹകാര്യം അന്വേഷിച്ചു. ഇവിടെ ഈ ഗ്രന്ഥം എഴുതിയ ആളാണ് ഇതേക്കുറിച്ച് പറയുന്നത്, അതായത് ബാലൻ പൂതേരി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിയ കഥയാണ് ഈ പറയുന്നത്. യുവാവ് പറഞ്ഞു, അന്വേഷണമൊക്കെ നിർത്തി. അടുത്ത മാസം 10 തീയതി വിദേശത്ത് പോവുകയാണ്. ഇനിയും വന്നിട്ട് നോക്കാം. ഞാൻ ഇതിനകം 10,000 കിലോമീറ്റർ യാത്ര ചെയ്തു. 200ഓളം കുട്ടികളെ കണ്ടു. അതിൽ ഒരു വീട്ടുകാരാണ് വന്ന് അന്വേഷിച്ചത്. ജ്യോത്സ്യന്മാരുടെയും മറ്റു നിർദ്ദേശപ്രകാരം പല വഴിപാടുകളും ചെയ്തു നോക്കി. ഫലമൊന്നും കണ്ടില്ല. അപ്പം ഇവിടെ ഞാൻ ജ്യോത്സ്യന്മാർക്ക് എതിരല്ല. ജ്യോത്സ്യന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ്. അവർ പഠിച്ച കാര്യങ്ങൾ അവർ നല്ല രീതിയിൽ പറയുന്നു. എല്ലാവരുമല്ല, നല്ലതായി പഠിച്ചിട്ടുള്ള അവർ ശരിയായ കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. കുറേ ആൾക്കാരൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് അവരെ ജ്യോത്സ്യന്മാരാണ് എന്ന് പറഞ്ഞിരുന്നിട്ടും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ വേറൊരു വിഷയം. അപ്പം ഇവിടെ പറഞ്ഞു വരുന്നത്, ജ്യോത്സ്യന്മാരുടെ നിർദ്ദേശപ്രകാരം പല വഴിപാടുകളും ചെയ്തിട്ടും ഫലമൊന്നും കണ്ടില്ല എന്ന് നമുക്കറിയാം. ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഓർക്കുക, ഒരു ജ്യോത്സ്യനെ കൊണ്ട് നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊന്ന് നോക്കിക്കണം. അതല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർ ഉപദേശിച്ച് തരുന്നത്, ഇന്നയെടുത്ത് നല്ലൊരു ജ്യോത്സ്യനുണ്ട്, നിങ്ങൾ അവിടെ ഒന്ന് പോയി കണ്ടു നോക്കൂ, അവിടെ പോയി നിങ്ങൾക്ക് അവിടെ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകും എന്ന് പറഞ്ഞ് നമ്മളെ ഉപദേശിക്കാറുണ്ട്. അപ്പം ഞാൻ ഒരിക്കലും അവർക്ക് എതിര് പറയുകയല്ല. പക്ഷേ നമ്മൾ ആ സമയത്ത് പോലും നമ്മൾ ഈശ്വരനെ അല്ല ആദ്യം ചിന്തിക്കുന്നത്. ഒരു ജ്യോത്സ്യൻ പറയുന്നത് പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നമ്മളപ്പോഴും ഈശ്വരനെ മനസ്സറിഞ്ഞും വിളിക്കുന്നില്ല, അല്ലെങ്കിൽ ഈശ്വരനോട് നമ്മളുടെ കാര്യങ്ങൾ പറയുന്നില്ല. പിന്നെ നമുക്ക് ആവശ്യം വരുമ്പം പിന്നെ ജ്യോത്സ്യൻ പറയുന്ന അനുസരിച്ചാണ് പിന്നെ നമ്മളെല്ലാ നീക്കങ്ങളും, നമ്മൾ വഴിപാടുകൾ നടത്തുന്നതും എല്ലാം. അതുവരെ നമുക്ക് ഈശ്വരനെ ഇടയ്ക്ക് പോകണമെന്നോ ഈശ്വരൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് കാര്യങ്ങൾ പറയണമെന്നോ തോന്നുകയില്ല. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, പലരും ഇതുപോലെ ജ്യോത്സ്യന്മാരുടെ അടുക്കലൊക്കെ പോയിട്ട് വഴിപാടുകളും അമ്പലങ്ങളൊക്കെ കയറി ഇറങ്ങി നടന്ന് അവരുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കുന്നില്ല. കുറേയധികം പൈസ മുടക്കി അവർ പൂജകളും വഴിപാടുകളും ഒക്കെ ചെയ്യിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് കുറേയധികം ധനം നഷ്ടപ്പെടുന്നതല്ലാതെ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നില്ല. ചിലരൊക്കെ കടം കയറിയിട്ട് വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് അവർക്ക് കടത്തിൽ നിന്നൊരു മുക്തി നേടണം. അപ്പോൾ ഈ ഒരു വിഷമം നിൽക്കുമ്പോൾ പലരും ഉപദേശിച്ച് കൊടുക്കുന്നത്, നിങ്ങളുടെ ആ ഒരു ജ്യോത്സ്യൻ്റെ അടുക്കെ പോകും. അപ്പോൾ ആ ജ്യോത്സ്യൻ പറയുന്നത്, നിങ്ങൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നേരെയാകും എന്ന് പറഞ്ഞു വിടും. ഇവരിനി ഇതിനു വേണ്ടി കടം വാങ്ങേണ്ടി വരും. പണം കടം വാങ്ങി ഇവർ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, നമുക്ക് കടം വരുന്നതോ അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നതോ ഒന്നും ഈശ്വരൻ്റെ കയ്യിൽ മാത്രമുള്ള കാര്യമല്ല. നമ്മളുടെ കർമ്മത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അതിന് നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ നന്നായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് മാറുകയുള്ളൂ. അതിന് നമ്മൾ ഏത് വഴിപാട് ചെയ്തിട്ടും ഏത് പൂജ നടത്തിയിട്ടും അങ്ങനെ മുന്നോട്ട് പോയിട്ട് നമ്മുടെ കർമ്മങ്ങൾ പഴയതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാകില്ല. അപ്പം ഇവിടെ ജ്യോത്സ്യന്മാർ നമുക്ക് ഈ നിർദ്ദേശങ്ങൾ തരുന്നതോടൊപ്പം അവരൊരു കൗൺസിലിങ്ങും കൂടെ ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് വ്യക്തമായി ചോദിച്ചറിയുകയും അവരുടെ ജീവിത രീതികളെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന ഒരു കൗൺസിലിങ്ങും കൂടെ ആ കൂട്ടത്തിൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്കറിയാം, എല്ലാ അവസാന വാക്കൊന്നുമല്ല
ജ്യോത്സ്യന്മാർ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ കാര്യമായിട്ട് ഭഗവാനെ ഭജിച്ചുകൊണ്ട് നമുക്ക് ഭഗവാനെ വളരെ കാര്യമായിട്ട് ഭജിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ പലപ്പോഴും ഈ പറയുന്ന നമ്മുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി നമുക്ക് സ്വയം അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ചില ദോഷങ്ങളൊക്കെ മാറുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം വരികയും ഒക്കെ ചെയ്യും. അതിലൂടെ നമുക്ക് നമ്മുടെ ദോഷങ്ങളൊക്കെ മാറ്റിയെടുക്കുകയും അതുപോലെ ജ്യോത്സ്യൻ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തും കൂടെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തിനൊരു ബലം, അതിനൊരു ഉറപ്പ് വരികയും അതിലൂടെ നമുക്ക് കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ മനസ്സ് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമ്മുടെ മനസ്സിനെ നമ്മൾ ശക്തിപ്പെടുത്തുക, ആ മനസ്സിനൊരു വിശ്വാസം കൊടുക്കുക, നമ്മുടെ ഉള്ളിലേക്ക് ഒരു വിശ്വാസം കൊടുത്തിട്ട് ആ ഒരു ഊർജത്തിൽ നിന്ന് നമുക്ക് എല്ലാം നേരായ രീതിയിലേക്ക് നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഉത്സാഹം കിട്ടും. അത് വലിയൊരു ഘടകം തന്നെയാണ് നമ്മുടെ മനസ്സ്. അപ്പം മനസ്സിന് കൊടുക്കുന്ന ഒരു ബലത്തിന് വേണ്ടി കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടായിട്ടും പൂജകളായിട്ടും ഒക്കെ ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ മനസ്സിനെ ഉള്ളിലേക്ക് ഞാൻ ഇതൊക്കെ ചെയ്യുന്നു, ഇതിൽ നിന്നും എനിക്ക് എന്തായാലും നല്ല കാര്യങ്ങൾ ഉണ്ടാകും, ഇതിലൂടെ നമ്മുടെ പ്രവർത്തികൾ നമുക്ക് നേരെ കൊണ്ടുപോകാൻ കഴിയും. അതിലൂടെ നമ്മൾ നേരായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനൊക്കെ സാധിക്കും. നമ്മളവിടെ പിന്തിരിയില്ല, തളർന്നു പോവില്ല. ആ ഒരു വിശ്വാസത്തിൻ്റെ ബലത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. അതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ജ്യോത്സ്യരെ കാണുക, അവർ പറയുന്നതൊക്കെ ചെയ്യുക, അതിലൊന്നും കുഴപ്പമില്ല, അതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ചിന്തിക്കണം, എന്തും ചെയ്തിട്ട് നമുക്ക് ഒന്നും നേടാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മുടെ കുഴപ്പം തന്നെയാണ്. ഈശ്വരൻ്റെ കുഴപ്പമോ ജ്യോത്സ്യൻ്റെ കുഴപ്പമോ ഒന്നുമല്ല, നമ്മളുടെ കുഴപ്പം തന്നെയാണ്. അവിടെയാണ് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുക, എന്താണ് നമ്മുടെ പരാജയം, എന്തുകൊണ്ട് നമുക്ക് ഈ പരാജയങ്ങൾ സംഭവിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് നമ്മളെക്കുറിച്ച് സ്വയം വീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിലൂടെ നമ്മൾ സ്വയം തിരുത്തി മുന്നോട്ട് പോവുക. ഇവിടെ ആ ചെറുപ്പക്കാരൻ്റെ വിവാഹം നടക്കാത്തതുമായി ബന്ധപ്പെട്ട് ജ്യോത്സ്യനെ കണ്ട് പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ടും ഒന്നും ഫലം കണ്ടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. കാരണം നമുക്കറിയാം, എല്ലാവർക്കും ജ്യോത്സ്യന്മാർ, ഈ വിശ്വാസമുള്ളവർക്കൊക്കെ ജ്യോത്സ്യന്മാരെ പറയുന്നതൊക്കെ വളരെ വലിയ കാര്യവും വലിയ വിശ്വാസത്തോടൊക്കെ കാണുന്നത് കൊണ്ട് അവർ പറഞ്ഞു കഴിഞ്ഞാൽ, അവർ കുറച്ച് ഇതുപോലുള്ള ബോധം അവർക്ക് കൊടുത്താൽ നമ്മുടെ ജനങ്ങൾക്ക്, അവരുടെ അടുത്തേക്ക് വരുന്നവർക്ക് വേണ്ടി നിങ്ങളുടെ കർമ്മങ്ങൾ കൂടി ശ്രദ്ധിക്കൂ, ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ കർമ്മങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കൂ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണോ, നിങ്ങളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടോ, അതൊക്കെ തിരുത്തി നിങ്ങളുടെ ഈ പൂജകളും വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് ഫലമുണ്ടാകും എന്ന് കൂടി അവർക്കൊരു ബോധം നൽകിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം നമുക്കറിയാം, പലരും പല സ്വഭാവത്തിലുള്ളവരും പല പ്രവൃത്തിയിലുള്ളവരൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇവരെ സമീപിക്കുന്നത്. ഇവർക്ക് ആരെക്കുറിച്ചും അറിയില്ല, പക്ഷേ ചിലപ്പം വളരെ നീചമായ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഫലമായിട്ടുണ്ടായ വിഷമങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴായിരിക്കും ഒരു ജ്യോത്സ്യനെ തിരക്കി വരിക. അപ്പോൾ അവൻ്റെ ചെയ്തികളെക്കുറിച്ച് അവൻ സ്വയം ബോധവാനല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇതുപോലൊക്കെ പോയി അന്വേഷിക്കുന്നത്. അപ്പോൾ അവൻ്റെ സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ അവൻ്റെ സന്തോഷത്തിന് വേണ്ടി തേടി നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ ജ്യോത്സ്യന്മാരുടെ മുന്നിൽ എത്തിപ്പെടാം. അപ്പം ജ്യോത്സ്യന്മാരുടെ ചിലപ്പോൾ ഒരു വാക്ക് ചിലപ്പോൾ അവരെ ഒന്ന് ചിന്തിപ്പിക്കാൻ ഉപകാരപ്പെടും എങ്കിൽ അത് ഓരോരുത്തർക്കും നല്ലതായിരിക്കും. ആരെങ്കിലുമൊക്കെ അതിൽ കൂടെ ചിലപ്പോൾ അവരുടെ നല്ല ഒരു ശീലങ്ങളിലേക്ക് പോകാൻ ഉപകാരപ്പെടും എന്നും വിചാരിക്കുന്നു. കഥയിലേക്ക് കടക്കാം. അപ്പോൾ ജ്യോത്സ്യന്മാരുടെയും മറ്റു നിർദ്ദേശപ്രകാരം പല വഴിപാടുകളും ചെയ്തു നോക്കി, ഫലമൊന്നും കണ്ടില്ല. അത് കേട്ട് ഞാൻ ചോദിച്ചു, എൻ്റെ കൂടെ ഗുരുവായൂരിൽ നിന്ന് വരാൻ പറ്റുമോ? അവിടെ ചെന്ന് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റില്ല, കുറേ സമയം അവിടെ ചിലവഴിക്കേണ്ടി വരും. തിരുവനന്തപുരത്തെ ഒരു പ്രൊഫസറുടെ അനുഭവം ഞാൻ വ്യക്തമാക്കി. പ്രൊഫസറുടെ അനുഭവം കൂടി കേട്ടതോടെ 3-ാം തീയതി ഗുരുവായൂരിൽ പോകാമെന്ന് അയൽവാസി സമ്മതിച്ചു.
3-ാം തീയതി പുലർച്ചെ 3 മണിക്ക് ഞങ്ങൾ ഗുരുവായൂരിലേക്ക് യാത്ര പുറപ്പെട്ടു. 5 മണിക്ക് ക്ഷേത്ര സന്നിധിയിലെത്തി. ഞാൻ ചോദിച്ചു, 21 പ്രദക്ഷിണം വെക്കാൻ കഴിയുമോ എന്ന്. ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രദക്ഷിണം ആരംഭിച്ചു. ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞിട്ടാണ് ഇയാൾ ഇവിടെ വന്നത്, അതിനാൽ ഭഗവാൻ ഉദ്ദേശിച്ച കാര്യം സാധിപ്പിച്ചു തരണം. ഞങ്ങൾ വളരെ ഉത്സാഹത്തോടെ ഭഗവത് നാമം ഉച്ചരിച്ചുകൊണ്ട് ഭഗവത് സ്വരൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടും പ്രദക്ഷിണം ആരംഭിച്ചു. 21 പ്രദക്ഷിണം പൂർത്തിയായപ്പോഴേക്കും ശീവേലി എഴുന്നള്ളത്ത് ആരംഭിച്ചു. അത് ഞങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു അനുഭൂതിയായി. ഭഗവാൻ ഉദ്ദേശം സാധിച്ചു തരുമെന്ന സംതൃപ്തിയോടെയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്നല്ലാതെ എന്തു പറയാൻ. അന്നു തന്നെ വിവാഹം ശരിയായി. അടുത്ത ആഴ്ച അയാളുടെ വീട്ടുകാർ വിവാഹം ഉറപ്പിക്കാൻ പെൺകുട്ടിയുടെ വീട്ടിലേക്കും ഞാൻ ഭഗവാനോട് നന്ദി പറയാൻ ഗുരുവായൂരിലേക്കും പോയി. ഭഗവാന്റെ അനുഗ്രഹത്താൽ മെയ് 30-ാം തീയതി തന്നെ വിവാഹം നടന്നു. ജൂൺ 10-ാം തീയതി അയാൾ വിദേശത്തേക്ക് പോവുകയും ചെയ്തു. ഈ അനുഭവം എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തി. കണ്ടോ, ഇവിടെ അവർ ജ്യോത്സ്യരൊക്കെ പറഞ്ഞ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടൊന്നും നടന്നില്ല. അവസാനം ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലേക്കാണ് അവർ എത്തിയത്. ആ സന്നിധിയിലെത്തി ഭഗവത് നാമങ്ങൾ ജപിച്ചുകൊണ്ട് 21 പ്രദക്ഷിണം ചെയ്തു. പക്ഷെ ആ സമയങ്ങളിലൊക്കെ അവരുടെ മനസ്സിൽ ഉള്ളിൽ ആ നാമജപവും ആ ഭഗവാന്റെ സ്വരൂപവും ഉള്ളിൽ വെച്ചുകൊണ്ട് അവർ പ്രദക്ഷിണം നടത്തി. അപ്പോൾ ആ സമയത്ത് അവർക്കുണ്ടായ ഒരു വിശ്വാസം, അവരുടെ ഉള്ളിലേക്ക് ഭഗവാനിൽ നിന്നും ഉണ്ടാകുന്ന ഒരു ഊർജത്തിൻ്റെ ബലത്തിൽ അവർക്കൊരു വിശ്വാസം ഉണ്ടാവുകയാണ്. അതാണ് മനസ്സിൻ്റെ ആ ഒരു ബലം. അതിലൂടെ അവർക്ക് നേരായി ചിന്തിക്കാൻ കഴിയും. അവർക്ക് ആ ചിന്തകളിലൂടെ അവർക്ക് മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴും പെണ്ണിനെ കാണാൻ പോകുമ്പോൾ മനസ്സിൽ ഒന്നും ഉറക്കുന്നില്ല, വളരെ നിരാശനായി ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നമ്മളെപ്പോഴും ഒരു മൗനമായിരിക്കും. നമ്മളുടെ എനർജി വളരെ നെഗറ്റീവ് എനർജി ആയിരിക്കും നമ്മുടെ ഉള്ളിലുള്ളത്. ഇതെങ്കിലും ശരിയാകുമോ? നമുക്കെല്ലാം ആശങ്കയാണ്, ശരിയായില്ലെങ്കിലോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ നെഗറ്റീവ് നമ്മുടെ പുറമേയും അത് പ്രകടമാവും. അതിലൂടെ ചിലപ്പോൾ നമ്മുടെ വാക്കുകളിലും ഒക്കെ ആ ഒരു ഊർജ്ജമില്ലായ്മ അനുഭവപ്പെടാം. പക്ഷേ നമുക്കൊരു ഊർജത്തോടെ നമുക്ക് പെരുമാറാൻ കഴിയുന്ന ഒരു അവസരം വരുന്നത് നമ്മുടെ ഉള്ളിലൊരു വിശ്വാസവും നമുക്കെന്തോ ലഭിക്കും എന്നൊക്കെ തോന്നുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു വിശ്വാസവും ആ ഒരു എനർജിയൊക്കെ നമുക്ക് പുറത്തേക്ക് വരികയും ഒക്കെ ചെയ്യും. ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി വന്നുവെന്നിരിക്കാം. കാരണം നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്കും എത്തുകയും ആ ഒരു എനർജി അവരിലെത്തുമ്പോൾ അവർക്കും ചിലപ്പോൾ നമ്മളോടൊക്കെ ഒരു ഇഷ്ടം ഒക്കെ തോന്നാം. ഒരുപക്ഷെ അതായിരിക്കാം മനസ്സിൻ്റെ ആ ഒരു ചിന്തകളും ഒക്കെ. അതാണ് ഭഗവാനെ വിളിച്ചുകൊണ്ട് ആ ഒരു വിശ്വാസം നേടി ഭഗവാനിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് ഭഗവാൻ എല്ലാം നോക്കിക്കോളൂ എന്നുള്ള വിശ്വാസത്തിൽ പോയപ്പോൾ അവർക്ക് കിട്ടിയൊരു അനുഭവമാണത്. പിന്നെ ഇത് നമുക്ക് നമ്മുടെ മനസ്സിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ ഒത്തിരി ബുക്കുകളൊക്കെ ഉണ്ട്. അറിയാലോ, നമുക്കിന്ന് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെ നമുക്ക് ഒത്തിരി കേൾക്കാനും കാണാനും ഒക്കെ കഴിയും. നമുക്ക് രഹസ്യം എന്ന ഒരു ബുക്കുണ്ട്. അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ. അപ്പോൾ അതൊക്കെ എല്ലാവരും വായിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ വളരെ ഉപകാരം ചെയ്യുന്നതാണ് നമ്മുടെ മനസ്സിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കാനും ഒക്കെ. ഇതൊക്കെ നമുക്ക് വായിച്ചിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ ഭഗവത് കഥകളും കൂടെ ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് പലതും നമുക്ക് മനസ്സിലാവും. നമ്മുടെ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള പലതും എന്തിനു വേണ്ടിയാണ് എന്നൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് എല്ലാ പ്രവൃത്തികളും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഓരോ ചിന്തകളും നമ്മളുടെ ഓരോ പ്രവൃത്തിയും നമ്മളുടെ ഓരോ വർത്തമാനവും ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാം നമ്മളിൽ നേരായ രീതിയിൽ നടക്കും. നമ്മളിൽ നിന്നും
തെറ്റായ ചിന്തകളും തെറ്റായ പ്രവൃത്തികളും തെറ്റായ വർത്തമാനങ്ങളും ഒക്കെ അകന്നു പോവുകയും മറ്റുള്ളവർക്ക് നമ്മളോട് ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. കാരണം നിങ്ങളുടെ എന്ത് തന്നെയാണേലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയ്ക്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാൻ അതൊരു പ്രചോദനമായിരിക്കും. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് അറിയുവാനും സാധിക്കും, അതിലൂടെ അത് തിരുത്താനും കഴിയും. തീർച്ചയായിട്ടും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കുക. ഹരേ കൃഷ്ണ.